Bible Crown 2020. The Lena Risa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God. Bible Crown 2020. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റങ്ങളോളം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ട് ജോഷ കുസുമ, രത്ന, എൽസ ആൻഡ് ഹെൻറി, ദുബായ്. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ബൈബിൾ ക്രൗൺ 2020. ബൈബിൾ ക്രൗൺ 2020. പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവ്, ബഥേൽ സ്റ്റേജ് വരെയും ഞങ്ങളെ കാത്തുസൂക്ഷിച്ച എല്ലാ കൃപകൾക്കായിട്ടും അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അതിൻ്റെ കൃപയിലും കാവലും കരുണയിലും നിന്നുകൊണ്ട് അവർക്ക് പങ്കെടുക്കുവാൻ സഹായിക്കണമേ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ അനേകാര്യത കാണുമ്പോൾ അവർക്ക് ദൈവവചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാനും അവിടുത്തെ നാമം ഉയർത്തപ്പെടാനും മഹത്വപ്പെടുവാനും ഇത് മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയിലുമായി കൊണ്ട് ശുശ്രൂഷയപ്പൻ സഹായിക്കണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാണ്. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകമെമ്പാടും ബൈബിൾ ക്രൗൺ 2020 ബഥേൽ സ്റ്റേജ് വീക്ഷിക്കുവാൻ എത്തിയിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ബഥേൽ സ്റ്റേജ് എന്ന് പറയുന്നത് ബൈബിൾ ക്രൗൺ 2020 ക്വാർട്ടർ ഫൈനൽസാണ്. ബഥേൽ സ്റ്റേജിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്കോ കീപ്പേഴ്സായിട്ട് എത്തിയിരിക്കുന്നത് മിസസ് രാജീവ് വർഗീസും ഡോക്ടർ ജിബു ജോർജ് വർഗീസുമാണ്. നേരത്തെ ഈ സ്റ്റേജിൻ്റെ ആരംഭത്തിൽ അവരെ പരിചയപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് വീണ്ടും ഒരു പരിചയപ്പെടുത്തലിന് മുതിരുന്നില്ല. ശ്രീമതി രാജിയെ ഈ എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ജിബു ജോർജ് വർഗീസിനെയും ഈ എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ഈ മത്സരാർത്ഥികളാണ് ബ്ലസീസ, അണ്ണ, ജീന ആൻഡ് ടീന. നിങ്ങളെ മൂവരെയും ഈ ക്വാർട്ടർ ഫൈനൽസിലേക്ക് സ്വാഗതം ചെയ്യും. ഒരു ടെൻഷൻ പോലെ കാണുന്നു മുഖത്ത്. ഫൈനൽ വളരെ അടുത്തില്ലേ? ക്വാർട്ടർ ഫൈനൽസ് കഴിഞ്ഞാൽ അടുത്ത സെമി ഫൈനൽസ്. എന്താ ടെൻസാകും? ബ്ലസ്സിക്ക് ഒരു ചെറിയ ഭയമുള്ളതുപോലെ. ഉണ്ടോ? തൊണ്ട അതിന് മയക്ക് അടിച്ച് ചേർത്തിട്ട് പറഞ്ഞാൽ മതി. അതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല. റൈറ്റ്? ജീനയ്ക്കോ? കുഴപ്പമൊന്നുമില്ല. റെഡി? അപ്പോൾ ടീന, യു ആർ റെഡി? റൈറ്റ്. നമ്മുടെ ഈ പ്രാവശ്യം കഴിഞ്ഞ സ്റ്റേജുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ട് രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേജുണ്ട്. ഒന്ന്, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ബൈബിൾ ഹിസ്റ്ററി റൗണ്ട് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ബൈബിൾ ഹിസ്റ്ററി റൗണ്ടുണ്ട്. അതോടൊപ്പം ഈ സ്റ്റേജിൽ നമുക്ക് ക്രിസ്ത്യൻ ഹിസ്റ്ററി റൗണ്ടുണ്ട്. ഓൾറൈറ്റ്. ഏറ്റവും അവസാനമായിട്ട് ക്രിസ്ത്യൻ മ്യൂസിക് റൗണ്ട്. ക്രിസ്ത്യൻ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ഗാനങ്ങളെക്കുറിച്ചുള്ള പ്രേസ് റൗണ്ട്. അതൊരു വ്യത്യസ്തമായ റൗണ്ടാണ്. നേരത്തെ നമുക്ക് പ്രേസ് റൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾക്ക് പാടുവാൻ അവസരം തന്നു. നിങ്ങൾ പാടേണ്ട, ഇവിടെ പ്രശസ്തമായ ഒരു ഗാനത്തിൻ്റേതായിട്ടുള്ള മ്യൂസിക് നൽകും. അതിൽ നിന്നും ആ പാട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. എല്ലാം പഴയ പാട്ടുകളാണ്. എൻ്റെ പാട്ടുകളൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓൾറൈറ്റ്. സോ ധൈര്യമായിട്ടിരിക്കുക. ഇനി ബ്രദറിൻ്റെ വല്ല പാട്ട് വെച്ചിട്ടാണോ ഞങ്ങളെ പിടിക്കുന്നത്? ഒരിക്കലുമല്ല. 10-40 കൊല്ലം 100 കൊല്ലം വരെ പഴക്കമുള്ള പാട്ടുകൾ ഈ നമ്മുടെ സോങ് ഡയറക്ടറിയിലുണ്ട്. നിങ്ങൾ തന്നെ വന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ പാട്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാടുവാനും മാത്രമല്ല അതിൽ നിന്നും അതിൻ്റേതായിട്ടുള്ള ചില വിവരങ്ങൾ, ആരാണ് എഴുതിയത്, ഏത് സാഹചര്യത്തിലാണ് തുടങ്ങിയത്,
നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 4 റൗണ്ടുകളാണ് നാം ഇവിടെ ഈ ബഥേൽ സ്റ്റേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർക്കുകളെല്ലാം പഴയതുപോലെ തന്നെ. തെറ്റായിട്ട് മറുപടി പറഞ്ഞാൽ -1 മാർക്ക്. ക്ലൂ ചോദിക്കുകയാണെങ്കിൽ സാഹചര്യമനുസരിച്ച് -1 മാർക്ക്. ചില ചോദ്യങ്ങൾക്ക് മൈനസ് ചെയ്യാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ചോദിക്കരുത് എന്തുകൊണ്ട് അതിന് മൈനസ് ചെയ്തില്ല, അല്ല ചെയ്യണം. അതെല്ലാം ക്വിസ് മാസ്റ്ററുടെ ഔചിത്യമാണ്. ചോദ്യത്തിൻ്റേതായിട്ടുള്ള നിലയിൽ അതാണ് പരിഗണിക്കപ്പെടുന്നത്. ബാക്കിയെല്ലാം ഒരുപോലെയാണ്. റെഡി? How about the scorekeepers? Are you ready? Ready. So shall we go for the first round? Bible focus round. ആദ്യത്തെ ചോദ്യം ആർക്കാണ്? ടീനയ്ക്കാണോ ബ്ലസ്സിക്കാണോ? പറ. ബ്ലസ്സിക്ക് തൊണ്ടയ്ക്ക് അസുഖമാണ് അല്ലേ? ഞാൻ എന്നോട് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അപ്പോൾ ടീനയ്ക്ക് ശബ്ദത്തിന് കുഴപ്പമൊന്നുമില്ല. ശബ്ദം എടുത്തില്ലേ മാർക്കൊക്കെ പോകും, അത്രേ ഉള്ളൂ. റൈറ്റ്, റെഡി. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ടീന സി ദാസ്. തിരുവചനത്തിൽ എത്ര മൃഗങ്ങൾ മനുഷ്യരോട് സംസാരിച്ചിട്ടുണ്ട്? 1. വെരി ഗുഡ്. -1 മാർക്ക് ഫോർ ടീന സി ദാസ്. നെക്സ്റ്റ് ചാൻസ് ഇസ് ഫോർ ബ്ലസ്സി സാരണ. ജീന, എങ്ങനെയാ ജീന 1 പറഞ്ഞത്? ഏതാ ഒരു മൃഗം? ബിലയാമിന്റെ കഴുത. കഴുത. അതിനു മുമ്പ് ആരും സംസാരിച്ചില്ലേ? പ്ലസ് അതിനു മുമ്പ് ആരും സംസാരിച്ചിട്ടില്ലേ? പാമ്പ് മനുഷ്യരോടാണ് സംസാരിച്ചത്. മറന്നുപോയി. അപ്പൊ എത്ര മൃഗങ്ങൾ സംസാരിച്ചു? 2. ഏതൊക്കെ മൃഗങ്ങളാണ്? പാമ്പും കഴുതയും. റൈറ്റ്. സോ ടീന ഗെറ്റ്സ് -1 മാർക്ക്. റൈറ്റ്. രണ്ടാമത്തെ ചോദ്യം മറുപടി പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ്. ഏതെല്ലാം മൃഗങ്ങളാണെന്ന് ചോദിച്ചു? പാമ്പും കഴുതയാണെന്ന് പറഞ്ഞു. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ക്യാൻസൽ. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ ബ്ലസ്സിസ് ആണ്. ദശാംശം കൊടുക്കാത്തവരെ കുറിച്ച് ദൈവം എന്താണ് മലാക്കി പ്രവചനത്തിൽ അരുളി ചെയ്യുന്നത്? അവർ ദൈവത്തെ കൊള്ളയിടുന്നു എന്ന് പറയുന്നുണ്ട്. അവർ ദൈവത്തെ കൊള്ളയടിക്കുന്നു. റോബ് ചെയ്യുന്നു. റോബ് ചെയ്യുന്നു. യു ക്യാൻ ടെൽ മീ ഇൻ ഇംഗ്ലീഷ് പറയണം. ദെൻ വാട്ട് മോർ? കൊള്ളയടിക്കുന്നവരാണ്. അവർക്ക് എന്താണ് അതിൻ്റെ പ്രതിഫലമായിട്ട് ദൈവം പറയുന്ന കാര്യം? കൊള്ളയടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യെസ് ജീന. റൈറ്റ്. കൊള്ളയടിക്കുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. കൊടുക്കാത്തവർ ദൈവത്തെ കൊള്ളയടിക്കുകയാണ്. റൈറ്റ്. അതൊരു ഭാഗം ശരിയാണ്. പക്ഷെ രണ്ടാമതൊരു ഭാഗം കൂടി അതിനുണ്ട്. റൈറ്റ്. അപ്പോൾ എനിക്ക് മുഴുവനായിട്ട് അതിന് മാർക്ക് തരുവാൻ സാധ്യമല്ല. ദശാംശം നൽകാത്തവർ ശപിക്കപ്പെട്ടവരാകുന്നു. അങ്ങനൊരു വാക്കുണ്ടോ? ഉണ്ട്. എന്താ പറയാൻ? കൊള്ളയടിക്കുന്നവരെല്ലാം ശപിക്കപ്പെട്ടവരാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ കൊള്ളയടിക്കുന്നു, അവർ എന്താകും? ശപിക്കപ്പെട്ടവരാകും. Blessings Sarana gets 3 marks. The question was to you. Right. All right. Next is Gina. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയും 1000 സംവത്സരങ്ങൾ ഒരു ദിവസം പോലെയും ആകുന്നു എന്ന കാര്യം മറക്കരുത് എന്ന് പുതിയ നിയമത്തിൽ പ്രബോധിപ്പിക്കുന്നത് ആരാണ്? Yes, Tina. Yes, Blessy. Pass. വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ? പത്രോസ് ലിയ 2 പത്രോസ് 3:8 വായിക്കുമ്പോൾ കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ആവുന്നു എന്ന കാര്യം മറക്കരുത്. മറക്കുമോ ഇനി? ഇല്ല. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീന സീദാസ്. യെസ്. വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അത്യാഗ്രഹത്തിൻ്റെ ആദ്യത്തെ ദൃഷ്ടാന്തം എന്താണ്? പാസ്.
Yes, Blessy. You don't know English? Okay. You know, what is the first instance of greed mentioned in the Bible, you know? So, ഫസ്റ്റ് ഇൻസ്റ്റൻസ് yes. It is this greed what makes, you know, not a normal desire, but excessive desire. That is greed, you know. Atyagraham. Agraha, Atyagraham. What is the first instance? Pass. Gina. How are you? എന്താണ് അത്യാഗ്രഹം? What was the greed? She wanted to be like God, and so what she did? ate the fruit. Ate the fruit. Simple അല്ലേ ജീന? These are all tricky questions, right? അടുത്ത ചോദ്യം ബ്ലസ്സിയോടാണ്. വൃദ്ധനും യേശുക്രിസ്തുവിന്റെ തടവുകാരനുമാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? വൃദ്ധനും യേശുക്രിസ്തുവിന്റെ തടവുകാരനും എന്ന് സ്വയം വിശേഷിപ്പിക്കുകയാണ്. ആരാണ്? ജീന സി ദാസ്. ഫിലോമന്റെ ലേഖനത്തിൽ പൗലോസാണ് പറയുന്നത്. അതിൻ്റെ 9-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? വൃദ്ധനും യേശുക്രിസ്തുവിന്റെ തടവുകാരനും ആയ ഞാൻ, പൗലോസ് പറയുകയാണ്. ശരിയാണോ? റൈറ്റ്. There we go. Now one more question അല്ലേ? ജീന, റൈറ്റ്? യെസ്. ദശാംശം നൽകാതിരുന്നാൽ ദൈവത്തെ കൊള്ളയടിക്കുന്നു, അവർ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് പറയുന്നു. ദശാംശം നൽകിയാൽ എന്തനുഗ്രഹമാണ് ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്? അതേ പുസ്തകത്തിൽ തന്നെ വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. Yes, Tina. Blessy, do you understand the question? So, നിങ്ങൾ ആരും ദശാംശം കൊടുക്കുന്നവരല്ല. ആണോ? ആണോ? Then why don't you know the verse? What's the blessing? It's a great blessing. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. അതല്ലേ വേണ്ടത്. ശേ, നിസ്സാരമായ ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് ഈ പാഠഫലം തന്നത്. ചുറ്റൊന്ന് ചിന്തിക്കുക, സ്വല്പം കൂടെ. Don't be tense. You know, you don't have to be in any sort of anxiety and tension. All right. So there we wind up. Will you please give me the scorecard? Blessy Ziona with 3 marks. Blessy Ziona gets 3 marks. Gina yet to open her account. Gina has yet to open the account. ഇനി മാർക്ക് ആരംഭിച്ചിട്ടില്ല. Tina Sidas with -1. Tina Sidas with -1. Well, that's the end of the Bible focus round. Bible Count 2020. അതിരാവിലെ തിരുസന്നിധിയിൽ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും നീ ദൈവത്തെ കൊള്ളയടിക്കുന്നുവോ? ഇൻ ഹിസ് പ്രസൻസ് ഫാസ്റ്റ് ആൻഡ് പ്രേ, എക്സ്പീരിയൻസ് ഗോഡ് തുടങ്ങി ദൈവാനുഗ്രഹദായകമായ ഒട്ടനവധി കൃതികൾ മലയാളി വിശ്വാസി സമൂഹത്തിന് സമ്മാനിച്ച ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ തൂലികയിൽ നിന്നും ദൈവനിയോഗ രചയിതമായ മറ്റൊരു രചന കൂടി. അസൂയ, പിശാചിന്റെ പടവ്. അസൂയ ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റി ദൈവകോപത്തിലേക്കും നാശത്തിലേക്കും മനുഷ്യനെ വലിച്ചിഴയ്ക്കുന്ന പാപം. അസൂയ അരുണോദയ പുത്രനായ ശുക്രന്റെ, ലൂസിഫറിന്റെ പതനത്തിന് കാരണമായ പാപം. അസൂയ മനുഷ്യന് പർദീസ നഷ്ടപ്പെടുവാൻ കാരണമായ പാപം. അസൂയ ദൈവിക പദ്ധതികളെ തകർക്കാൻ സാത്താന്റെ പ്രധാന ആയുധമായ പാപം. അസൂയ നമ്മിലെ നന്മകളെ തകർക്കുന്ന പാപം. ഏറ്റവും അധമമായ പാപങ്ങളിൽ ഒന്നായ അസൂയയിൽ നിന്നും വിടുതൽ നേടി സർവശക്തനായ ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെക്കുറിച്ചും നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവസ്നേഹത്താൽ തുളുമ്പുന്ന ആത്മാവിനുടമയാകാൻ വായിക്കുക. അസൂയ പിശാചിന്റെ പടവാൾ. അസൂയ എന്ന മഹാപാപത്തിൽ നിന്നകന്നു നിൽക്കുവാനും
അത്യുന്നതനായ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും പ്രത്യാശയും ഉറപ്പിക്കുവാനും ഓരോ വിശ്വാസിക്കും ദൈവവഴിയിൽ മുന്നോട്ടു പോകുവാൻ സഹായകവും പ്രചോദനവുമാകുന്ന ആധ്യാത്മിക രചന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച അസൂയ പിശാചിന്റെ പടവാൾ. അതിമഹത്തായ ആത്മീയ ചിന്തകളിലേക്ക് ഓരോ വായനക്കാരനെയും കൈപിടിച്ചു നടത്തുന്ന അസൂയ പിശാചിന്റെ പടവാൾ. സ്വന്തമാക്കാൻ ബന്ധപ്പെടുക. ക്രിസ്ത്യൻ കമ്മ്യൂണിക്കേഷൻസ് വൈറ്റ് വേർഡ് സെന്റർ, പെരിങ്കൂർ, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9287-287-222, 9495-828-444. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287-287-223. Bible Crown 2020. The next round is Bible history round. So the next round is Bible history round. I think this time you have to start with Blessing's hand now. Right? Number 1. Septuagint Bible എന്താണ്? പഴയ നിയമത്തെ ഗ്രീക്ക് ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതിനാണ് Yes. സെപ്റ്റുവജന്റ് എന്ന് പറയുന്നത്. Correct. The right answer. 5 marks for Blessing's ആണ്. ആരാണ് കിങ് ജെയിംസ് ബൈബിൾ പരിഭാഷപ്പെടുത്തിയത്? ജീന. 1610 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അല്ല ചോദിച്ചത്, ആരാണ് കിങ് ജെയിംസ് ബൈബിൾ പരിഭാഷപ്പെടുത്തിയത്? ആരാണ്? ABCD ആരാണ്? അതിൻ്റെ പേരുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ ആരാണ് അതിൻ്റെ ചുമതല വഹിച്ച് അത് പരിഭാഷപ്പെടുത്തിയത്? അത് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി. -1 mark for Gina. Gina. Blessed, do you know that? 54 ആൾക്കാരടങ്ങുന്ന ഒരു സംഘമാണ് അത് Correct. പരിഭാഷപ്പെടുത്തിയത്. Exactly right. 54 പേരടങ്ങുന്ന ഒരു സംഘമാണ്, പണ്ഡിതന്മാരുടെ സംഘമാണ് കിങ് ജെയിംസ് ഒന്നാമൻ പറഞ്ഞ പ്രകാരം ബൈബിൾ പരിഭാഷപ്പെടുത്തിയത്. റൈറ്റ്? So she gets 4 marks. ആ സംഘത്തിൻ്റെ തലവൻ ആരായിരുന്നു? ബ്ലസി. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ്, ആംഗ്ലിക്കൻ സഭയുടെ തലവനാണ് ഈ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ്. അദ്ദേഹത്തിൻ്റെ ചുമതലയിലാണ് 54 പേര് പണ്ഡിതന്മാർ മൂലഭാഷയിൽ നിന്ന് ബൈബിൾ പരിഭാഷപ്പെടുത്തി ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ പ്രസിദ്ധപ്പെടുത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ ബ്ലസീസ് ആണ്. വാട്ട് ഈസ് ദ വിക്ലിഫ് ബൈബിൾ? എന്താ വിക്ലിഫ് ബൈബിൾ എന്ന് പറയുന്നത്? ഫസ്റ്റായിട്ട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ജോൺ വിക്ലിഫിൻ്റെ നേതൃത്വത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ബൈബിളിനെയാണ് പറയുന്നത് ജോൺ ഏത് ഭാഷയിൽ നിന്നാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? മൂലഭാഷയിൽ നിന്നല്ല. ലാറ്റിൻ. യു ആർ റൈറ്റ്. ലത്തീൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആദ്യ ബൈബിളാണ് ജോൺ വിക്ലിഫിൻ്റെ ബൈബിൾ. അതിനെ നമ്മൾ എന്ത് പറയുന്നു? വിക്ലിഫ് ബൈബിൾ. 5 marks for ബ്ലസീസ് ആണ്. ജീന, പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഏതാണ്? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം. റൈറ്റ് ആൻസർ. ജീന ഗെറ്റ്സ് 5 marks. ജീന, എബ്രായ കലണ്ടറിൽ എത്ര ദിവസമുണ്ട്? നമ്മുടെ ഇന്നത്തെ കലണ്ടർ എത്ര ദിവസമുണ്ട്? 31. ഒരു വർഷം എത്ര ദിവസം? എത്ര ദിവസമുണ്ട്? 365 days. 365. അപ്പം എബ്രായ കലണ്ടർ എത്ര ദിവസം എന്നാണ് ചോദ്യം. പറഞ്ഞു. Yes, Blessy? 360. 360? No, -1 mark for Blessy Sayana. Gina? Pass. 354 days. That brings us to the close of the Bible history round.
Will you please give me the scorecard? Blessy Sayana gets 13 marks. Blessy Sarna gets 13 marks. Gina 4. Gina gets 4 marks. Tina nil. Tina gets no mark. Right. Bible Count 2020. അപ്പച്ച ആ. നമുക്ക് ബൈബിൾ പ്രശ്നോത്തരി കളിക്കാം. ഈ ടെലിവിഷനിൽ ബൈബിൾ രക്തം പ്രശ്നോത്തരി വന്നേ പിന്നെ എവിടെ ചെന്നാലും പ്രശ്നോത്തരിയാ. ഇന്നലത്തെ പ്രശ്നോത്തരിയില്ലേ എനിക്ക് 6 ഉത്തരങ്ങൾ അറിയായിരുന്നു. പിന്നെ നിന്റെ അറിവൊക്കെ എനിക്കറിയാൻ വയ്യ. നിങ്ങൾ കിടന്ന് വഴക്കടിക്കാതെ, ഞാൻ ക്വിസ് മാസ്റ്റർ. ആ. ആർക്കാ അറിവെന്ന് അപ്പ അറിയാലോ. ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ഈസോപ്പ് എന്നാൽ എന്ത്? യെസ് മിസ്സസ് അന്നാമ്മ. അത് പഴയ നിയമകാലത്ത് കുളിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു തരം സോപ്പാണ്. മോളെ, അത് കുളിക്കാനല്ല, പഴയ നിയമകാലത്തെ തുണി അലക്കാൻ ഉപയോഗിച്ച സോപ്പ. അല്ലല്ല, അത് കുളിക്കാനായിട്ട് ഉപയോഗിച്ച അല്ലല്ല, സോപ്പാ. തുണി അലക്കാൻ രണ്ടു പേർക്ക് -2 മാർക്ക്. അത് കുളിക്കാനും അലക്കാനും ഉപയോഗിച്ച സോപ്പല്ല, പഴയ നിയമകാലത്ത് ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച ഒരു വള്ളിച്ചെടിയാ. ദേ, വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ അതിന്റെ പടവും ഉണ്ട്. എന്നാ നീ വേറൊരു ചോദ്യം ചോദിക്കേ. നെഹുഷ്ടാൻ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു തരം കുഷ്ഠരോഗമാണ്. ഏത് തരം കുഷ്ഠമാണെന്നും കൂടി പറയണം. എനിക്ക് മനസ്സില്ല. ഞാൻ പറയാം. കരിങ്കുഷ്ഠത്തിനാണ് നെഹുഷ്ടാൻ എന്ന് പറയുന്നത്. രണ്ടു പേർക്ക് വീണ്ടും -2 മാർക്ക്. നെഹുഷ്ടാൻ കുഷ്ഠമല്ല, കരിങ്കുഷ്ഠവുമല്ല. മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തെയാണ് നെഹുഷ്ടാൻ എന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ പുസ്തകത്തിൽ അതില്ലെന്നേ. അതുകൊണ്ടാണ് വിശുദ്ധ സത്യവേദ പുസ്തകം വായിക്കാൻ ഞാൻ പറയുന്നത്. ഇതെല്ലാം അതിലുണ്ട്. നമുക്ക് ഓരോന്ന് മേടിക്കണം. ബൈബിൾ വായനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്ന വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ വാരി വിതറുന്ന മലയാളത്തിലെ ഏക ബൈബിൾ വിശുദ്ധ സത്യവേദ പുസ്തകം. കൂടുതൽ വിവരങ്ങൾക്ക് വേ ടുവേർഡ് സെന്റർ, പെരിങ്കൂർ, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9287-287-222, 9495-828-444. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287-287-223. Bible Count 2020. The next is Christian history round. ക്രൈസ്തവ ചരിത്ര റൗണ്ടാണ്. So the first question will go to Gina. Right? ആരാണ് വില്യം ജോസഫ് സെയ്മൂർ? Pass. വില്യം ജോസഫ് സെയ്മൂർ, right? Yes. African American preacher ആണ്, and he started the Azusa Street revival, and he's also a charismatic Yes. movement in the lead. Where was the Azusa Street revival? America. America, in which? Los Angeles. Right? So the first question was unanswered. So 4 marks for Blessy Sayana. That's the right answer. വില്യം ജോസഫ് സെയ്മൂർ ആണ് അമേരിക്കയിൽ 1906 ആരംഭിച്ച ഉണർവിൻ്റേതായിട്ടുള്ള നായകൻ. യു റൈറ്റ്. ടീന, ഇന്ത്യൻ പെൻഡക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് അഥവാ IPCയുടെ ഇപ്പോഴത്തെ ജനറൽ പ്രസിഡന്റ് ആരാണ്? ആഗോള പ്രസിഡന്റ്. യെസ് ബ്ലസി, ഇപ്പോഴത്തെ ജനറൽ പ്രസിഡന്റ്. ടീന ഏത് സഭയിൽ പ്രധാനമാണ്? CSI. CSI. ടീന ദാസ്? Salvation Army. Sasha, how about you? Independent Church. Independent Church. You don't know who it is? Forgot. Election was just completed 3 weeks back. Or maybe still back. Pastor Walson Abraham, IPC the founder. Pastor K. Abraham കൊച്ചുമകനാണ്. Right. Blessy Sayana. യഹോവ സാക്ഷികൾ എന്ന സഭയുടെ സ്ഥാപകൻ ആരാണ്? Who founded യഹോവ സാക്ഷികൾ? Charles Taze Russells. Right, C.T. Russell. All right, 5 marks for Blessy Sayana. Next is Gina.
മദർ തെരേസ സ്ഥാപിച്ച സന്യാസ സമൂഹത്തിൻ്റെ പേരെന്താണ്? മിഷണറീസ് ഓഫ് ചാരിറ്റി. കറക്റ്റ്. ജീന ഗെറ്റ്സ് 5 marks. ടീന, ആഗോള കത്തോലിക്ക സഭയുടെ പ്രഥമ പോപ്പ് ആരാണ്? പത്രോസ്. പത്രോസ്. സ്ലീഹ എന്നും വിശുദ്ധെന്നും മിസ്റ്റർ എന്നൊന്നുമില്ല. പത്രോസ് ലിയ. പത്രോസ് ലീഹ. So she gets 5 marks. There are 2 parts for this question. Who is the present Pope of the Catholic Church? And in the hierarchy, what is his number? Who is the present Pope? ഫ്രാൻസിസ്. Pope Francis is the present Pope, right? And what is the number of hierarchy? You know? First, second, third, 100, 150. What's the number? What's his hierarchy? After St. Peter. എത്രാമത്തെ പോപ്പാണ്? 258. So she gets 2 marks for the first answer. Yes. And Gina, do you know the answer? No. Tina, no. അപ്പോൾ രണ്ടാമത് പറഞ്ഞ മറുപടി തെറ്റാണ്. 266 പോപ്പാണ്. Alright? So the first part gets 2 marks. Second part she has failed to answer. Wrong answer. So minus half mark for the second part. Let it be clear. That brings us to the close of the Christian history round. Will you please give me the scorecard? Blessy Ziona Blessing Yes. Sayana, 10.5 marks. 10.5 marks. Gina gets 5 marks. Gina gets 5 marks. And Tina Sidas gets 5 marks. And Tina Sidas gets 5 marks. Right. Bible Count 2020. വേർഡ് മെലഡി വേൾഡ് സമർപ്പിക്കുന്നു ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം പകർന്ന മലയാളക്കരയിലെ സുപ്രസിദ്ധ ഗായകർ ആലപിച്ച ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ. യഹോവയെ നാം വരവേൽക്കാം. മധു ബാലകൃഷ്ണന്റെ ആലാപന മാധുര്യത്തിൽ ആഘോഷമായി ആനന്ദമായി ആർപ്പോടെ യാഹിനെ വരവേൽക്കാം. വരവേൽക്കാം നാം വരവേൽക്കാം യഹോവയാം ദൈവത്തെ വരവേൽക്കാം. വരവേൽക്കാം നാം വരവേൽക്കാം യഹോവയാം ദൈവത്തെ വരവേൽക്കാം. ആഘോഷമായി ആനന്ദമായി ആർപ്പോടെ യാഹിനെ വരവേൽക്കാം. ആഘോഷമായി ആനന്ദമായി ആർപ്പോടെ യാഹിനെ വരവേൽക്കാം. പൂർവപിതാക്കന്മാർ പ്രവാചകവീരന്മാർ പൂർവപിതാക്കന്മാർ പ്രവാചകവീരന്മാർ അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം. അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം. വിധു പ്രതാപിന്റെ വ്യത്യസ്തമായ ആലാപന ശൈലി കൊണ്ട് ഹൃദയസ്പർശിയായ ഗാനം. പ്രാർത്ഥിച്ചുപവസിച്ചനുതപിച്ചു ഞാൻ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. പ്രാർത്ഥിച്ചുപവസിച്ചനുതപിച്ചു ഞാൻ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. കഴുകിയൻ പാപങ്ങൾ യേശു തന്റെ രക്തത്താൽ വീണ്ടെടുത്തെന്നെ. യേശുവിന്റെ സ്നേഹത്താൽ കഴുകിയൻ പാപങ്ങൾ യേശു തന്റെ രക്തത്താൽ വീണ്ടെടുത്തെന്നെ. യേശുവിന്റെ സ്നേഹത്താൽ പരിശുദ്ധാത്മാവാൽ നിറച്ചെന്നെ ദൈവം. പരിശുദ്ധനായവൻ എന്നിൽ വസിച്ചു. പരിശുദ്ധാത്മാവാൽ നിറച്ചെന്നെ ദൈവം. പരിശുദ്ധനായവൻ എന്നിൽ വസിച്ചു. ആത്മസന്തോഷത്താൽ എന്നുള്ളം കവിഞ്ഞു. ആത്മനാഥൻ എന്റെ സാക്ഷ്യമായി തീർന്നു. ആത്മസന്തോഷത്താൽ എന്നുള്ളം കവിഞ്ഞു. ആത്മനാഥൻ എന്റെ സാക്ഷ്യമായി തീർന്നു. യഹോവ നിന്നെ കൈവിടുകയില്ല, പുത്രനാം യേശു നിൻ കൂടെയുണ്ട് എന്ന ഗാനം കൂടുതൽ അർത്ഥവത്താകുന്നു KG മാർക്കോസിന്റെ ശബ്ദത്തിൽ. ബലപ്പെടുക, ധൈര്യപ്പെടുക, ദൈവത്തിൻ പൈതലേ നീ ശക്തി ധരിക്ക. ബലപ്പെടുക, ധൈര്യപ്പെടുക,
ദൈവത്തിൻ പൈതലേ നീ ശക്തി ധരിക്ക, ശക്തി ധരിക്ക, നീ ശക്തി ധരിക്ക, പരിശുദ്ധാത്മാവിൻ ശക്തി ധരിക്ക, ശക്തി ധരിക്ക, നീ ശക്തി ധരിക്ക, പരിശുദ്ധാത്മാവിൻ ശക്തി ധരിക്ക. യഹോവ നിന്നെ കൈവെടിയില്ല, പുത്രനാമേശു നിൻ കൂടെയുണ്ട്. യഹോവ നിന്നെ കൈവെടിയില്ല, പുത്രനാമേശു നിൻ കൂടെയുണ്ട്. എം ഖാലിദിന്റെ ശബ്ദത്തിൽ ഏറെ ശ്രദ്ധേയമായ ഗാനം ജയം പാടാം നാം, ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. സാത്താനെ ഛേദിക്കുന്ന ലെഗിയോനെ പിളർക്കുന്ന യഹോവയിൻ വാളിനാൽ നാം ജയം പാടാം. സാത്താനെ ഛേദിക്കുന്ന ലെഗിയോനെ പിളർക്കുന്ന യഹോവയിൻ വാളിനാൽ നാം ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. വിജയ് യേശുദാസ്, കെസ്റ്റർ, ഗായത്രി, സിത്താര, ഇമ്മാനുവേൽ തുടങ്ങിയവർ ആലപിച്ച മനോഹരങ്ങളായ ഗാനങ്ങൾ യഹോവയെ നാം വരവേൽക്കാം. ഓർക്കസ്ട്രേഷൻ ആൻഡ് മിക്സിംഗ് ആർ നോബിൾ, സ്റ്റുഡിയോ PH7, തിരുവനന്തപുരം. കേരളത്തിലെ എല്ലാ പ്രമുഖ ക്രൈസ്തവ പുസ്തകശാലകളിലും ലഭ്യമാണ്. കൂടാതെ വേർഡ് ടു വേർഡ് സെന്റർ പെരിങ്കൂർ, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9287-287-222, 9495-828-444. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287-287-223. Bible Count 2020. Next we have the Christian music round. Now we have the Christian music round. നേരത്തെ നിങ്ങൾക്ക് അവസരം ലഭിച്ചപ്പോൾ നിങ്ങൾ പാടി, അത് പ്രൈസ് റൗണ്ട് ആയിരുന്നു. ഇപ്പോഴും നിങ്ങൾ പാടും, പക്ഷേ ഇവിടെ അപ്ലൈ ചെയ്യുന്ന മ്യൂസിക് ഏത് പാട്ടിൻ്റെയാണ് എന്നതിനെ ആസ്പദമാക്കി ആ പാട്ടാണ് നിങ്ങൾ പാടുന്നത്. സോ ഇറ്റ്സ് ഓൾസോ പ്രൈസ് റൗണ്ട്, പാർട്ട് ഓഫ് ദ പ്രൈസ് റൗണ്ട്, Christian music round. Are you ready? You can choose the songs from this song bank. ഇവിടെ വന്ന് ഓരോരുത്തരായിട്ട് നിങ്ങൾ ഇതെടുത്താൽ ഏത് പാട്ടാണ് പാടേണ്ടതെന്ന് തിരഞ്ഞെടുക്കാം. പ്ലീസ് കം. Are you ready for the praise round? Right. Yes, Blessy Sayana. You get number 16. Let's see. Will you please play song number 16 for Blessy Sayana?
യെസ് ബ്ലസ്സി സിംഗ് ഓൺ. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ലിറിക്സ് കാണാതെ എന്തോ ലിറിക്സ് കാണാതെ അറിയത്തില്ല. ലിറിക്സ് അറിഞ്ഞുകൂടാ? അറിയാം, പക്ഷെ തുടക്കം അറിയാവുന്ന ലിറിക്സ് പാടൂ. ഞാൻ ആരംഭിക്കാം. പോകുന്നു കുരിശിന്റെ യാത്രയിൽ. ഇല്ല, അങ്ങനല്ല. That is wrong. ഞാൻ ആദ്യത്തെ 2 വാക്ക് പറയാം. സിയോൻ സഞ്ചാരി ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ പോകുന്നു. അല്ല, that's not a song. ജീന, ഓൾറെഡി ഞാൻ പറഞ്ഞു ക്ലൂവിനുള്ള മാർക്ക് കുറയുകയും ചെയ്യും. പറയൂ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാം. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാം. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. താങ്ക് യു. ബ്ലസ്സിയുടെ 2ാമത്തെ ചോദ്യമാണ് ദ സെക്കൻഡ് പാർട്ട് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഈ പാട്ട് ആരെഴുതിയതാണ്, എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണ് എഴുതിയത് അറിയാമോ? ഇഫ് യു ഡോണ്ട് നോ ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് പാസ്. ജീനയ്ക്ക് അറിയാമോ? അറിയത്തില്ല. ജീനയ്ക്കും അറിയത്തില്ല. ടെൽ മീ നോ, ടെൽ മീ ടേക്ക് ദ മൈക്രോഫോൺ. പാസ്. ജീന. പാസ്. യെസ്. ഈ പാട്ട് എഴുതിയത് ബഹുമാന്യനായ പരേതനായ MB ചെറിയാൻ സാറാണ്. പ്രസിദ്ധ ഗാനരചയിതാവും പാട്ടുകാരനുമാണ്. ഒരുപാട് നല്ല പാട്ടുകൾ ക്രൈസ്തവ ലോകത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്യുന്ന മനുഷ്യനായിരുന്നു. കാറിലും ബസ്സിലും ഒക്കെ ഒരുപാട് യാത്ര ചെയ്യും. ഒരിക്കൽ അദ്ദേഹം ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുവാനായിട്ട് പുനലൂർ നിന്ന് കുമ്പനാട്ടേക്ക് ബസ്സിൽ പോവുകയാണ്. ആ യാത്രയിൽ അദ്ദേഹം കർത്താവിന് വേണ്ടിയിട്ടുള്ള ആ യാത്രകളെക്കുറിച്ച് ചിന്തിച്ചു. പലപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യാണ്. കർത്താവിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്, സിയോൻ യാത്രയാണ്. അപ്പോൾ പോക്കറ്റിലിരുന്ന് ഒരു വർഷം കടലാസ് എടുത്ത് അതിൽ കുത്തിക്കുറിച്ച് പാടിയ വരികളാണ് സിയോൻ സഞ്ചാരി. കുമ്പനാട്ടി ചെന്നപ്പോഴേക്കും പാട്ട് റെഡി. ദൈവത്തിൻ്റെ ആത്മാവ് ഏത് തരത്തിൽ ഏത് സ്ഥലത്ത് എപ്പോഴാണ് പാട്ട് പാടുവാൻ അല്ലെങ്കിൽ പാട്ട് എഴുതുവാനുള്ള ആ വലിയ കൃപ നൽകുമെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ വലിയ അനുഭവം അതാണ്. ഒരിക്കൽ ഞാനും എൻ്റെ സഹോദരൻ രാജ്യമായി ന്യൂയോർക്കിൽ നിന്ന് വരുമ്പോൾ ദിയാർബക്കർ എയർപോർട്ടിൽ വെച്ച് അവിടെ ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ പറന്നു വരികയാണ്. വിമാനത്തിലുണ്ടായിരുന്ന ഒരു പാസഞ്ചറിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അപ്പോൾ അവർ നിർബന്ധിതമായിട്ട് ദിയാർബക്കർ എയർപോർട്ട് എന്ന് പറയുന്ന എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അതൊരു മിലിറ്ററി എയർപോർട്ടാണ്. അവിടെ വെച്ച് ഈ പാസഞ്ചറിനെ ഓഫ്ലോഡ് ചെയ്ത് ഹോസ്പിറ്റലിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ വാസ്തവത്തിൽ അത് പഴയ നിനേവെ സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടമുള്ള മരുഭൂമിയാണ് എൻ്റെ മുമ്പിൽ കണ്ടത്.
അപ്പോൾ പല പ്രാവശ്യം അറ്റ്ലാന്റിക് സമുദ്രം എത്രയോ പ്രാവശ്യം ഞങ്ങൾ യാത്ര ചെയ്തിരിക്കുന്നത് അമേരിക്കയിലേക്ക് പോകുമ്പോൾ. അപ്പോഴൊക്കെയും പ്ലെയിനിൽ വെച്ച് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളൊരു ചിന്ത പോലും വന്നിട്ടില്ല. അതുകൊണ്ട് 4.5 മണിക്കൂർ ഞങ്ങൾ ആ മിലിറ്ററി എയർപോർട്ടിലെടുത്ത് പ്ലെയിനിൻ്റെ പുറത്തിറങ്ങാൻ സാധ്യമല്ല. മുൻപിൽ മരുഭൂമിയാണ്, നിനേവ എന്ന സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. അവിടെ വെച്ച് ഞാനൊരു പാട്ട് എഴുതി. എണ്ണുവാനാവതില്ലൻ യേശു ചെയ്യും നന്മകൾ. ആ പാട്ടാരും എഴുതി അവിടെ വെച്ചാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു ഇൻസ്പിറേഷൻ പരിശുദ്ധാത്മാവ് തരുന്നതെന്ന് പറയാൻ സാധ്യമല്ല. പ്രിയപ്പെട്ട MA ചെറിയാൻ സാറ് പാടിയ ആ പ്രസിദ്ധ ഗാനം ഉരുത്തിരിഞ്ഞത് ഒരു ബസ്സിൽ വെച്ചാണ്. നമുക്ക് ചേർന്ന് ആ പാട്ട് പാടാം, പ്ലസ് ചെയ്ത് പഠിച്ചോളൂ. ഓൾറൈറ്റ്, ഇതിനേക്കും പാടാമല്ലോ, മാർക്ക് കിട്ടിയില്ലെങ്കിൽ. റൈറ്റ്, പാടുക. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. പാടി പഠിച്ചോ? ഇനി അത് പാടാം. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. റൈറ്റ്. സോ ജീന ഗെറ്റ്സ് 4 marks for that song. 2 കാര്യമുണ്ട്. ക്ലൂ -1 മാർക്ക്, പിന്നീട് -1 മാർക്ക് for the second round. So you get 4 marks for that. Right. അടുത്ത ആരാണ്? ജീനയുടെ പാട്ടാണ്. റൈറ്റ്, ഒരു പാട്ടേ കഴിഞ്ഞുള്ളൂ. റൈറ്റ്, കം ഓൺ ജീന, വാട്ട്സ് യുവർ നമ്പർ? ഏതെൻ്റെ നമ്പർ? Number 9. Right. Will you please play number 9 for Gina?
യേശുവിന് ദുഃഖത്തിൻ്റെ പാനപാത്രം. പാടുക. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. That's for the first part, identification of the song and singing the song. 6 മാർക്ക്, 6 marks for Gina. ഇനി രണ്ടാമത്തെ ഭാഗമുണ്ട്. ഇത് പാടാനുള്ള സാഹചര്യം എന്താണ്, ആരാണ് ഇത് എഴുതി പാടിയത്? 2 കാര്യമാണ്. ആരുടെ രചനയാണ്, ആരാണ് ഇത് പാടിയത്? എഴുതിയത് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. എഴുതിയത് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. ഉത്തരം വളരെ ശരിയാണ്. എന്ത് സാഹചര്യത്തിലാണ് എഴുതിയത്? തൻ്റെ മകൻ മരിച്ചപ്പോൾ ആ വേദനയിൽ എഴുതിയതാണ്. മരിച്ച ഉടനാണോ പാടിയത് അതോ അല്പം കഴിഞ്ഞാണോ? മകൻ മരിച്ചു കഴിഞ്ഞിട്ട് ഒരിക്കൽ തൻ്റെ ഭവനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ തൊട്ടടുത്തുള്ളൊരു തൻ്റെ മരിച്ച മകൻ്റെ പ്രായത്തിലുള്ള ഒരു പൈതലിനെ ഒരു ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആ ഒരു അനുഭവം കണ്ടിട്ട് വേദന തോന്നി. മകനെക്കുറിച്ച് ഓർത്ത് എഴുതിയതാണ്. എക്സാക്ട്ലി ദ സെയിം സിറ്റുവേഷൻ. അതാണ് സാഹചര്യം. തൻ്റെ മകൻ്റെ ഗുരുതരമായ രോഗാവസ്ഥയിൽ കൊച്ചുകുഞ്ഞ് ഉപദേശി പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവഹിതം മറിച്ചായിരുന്നു. രണ്ടാമത്തെ മകൻ ശമൂവേൽ കുട്ടി മരിച്ചുപോയി. അത് കഴിഞ്ഞ ശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം പെണ്ണയ്ക്കിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ ഭാര്യ ഏലിയാമ്മ അടുത്ത് മരിച്ചുപോയ തൻ്റെ ശമൂവേൽ കുട്ടിയുടെ പ്രായമുള്ള ഒരു ബാലിനെ കൊണ്ടുവന്ന് പുരടം കിളയ്ക്കുകയാണ്. ആ വേദനയിൽ അദ്ദേഹം എഴുതിയ പാട്ടാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം. She gets 6 marks for the first part and full 3 marks for the second part. So she gets 9 for that question. Right? നമുക്ക് ചേർന്ന് പാടാം ആ പാട്ട്. ഏറ്റവും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ഏറ്റവും അധികം സ്പർശിച്ച പാട്ടാണ്. ബ്ലസ്സിക്ക് ആ പാട്ടറിയോ? ടീനയ്ക്കോ? നിങ്ങൾ ചേർന്ന് പാടിക്കട്ടെ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി
പാടുവാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അത്രമാത്രം ദൈവത്തിലുള്ള വിശ്വാസവും ഭക്തിയുമുള്ള ഒരു ദൈവത്തിൻ്റെ ദാസന് മാത്രമേ ആ അവസ്ഥയിലൂടെ കടന്നു പോകാൻ കഴിയൂ. Am I right? Yes, now let's come to Tina Das. 18. 18. Will you please play song number 18 for Tina Das? Right. So Tina, പാടും. മനോഹരം യാഹിദിൻ്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹിദിൻ്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ, മീവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ, മീവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. രാവിലെ നിൻ നന്മകളെ ഓർത്ത് ഹല്ലേലൂയ പാടും ഞാൻ. രാവിലെ നിൻ നന്മകളെ ഓർത്ത് ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്.
നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. Yeah, Hina Das gets 5 marks for it. First part. ഇതാരാണ് എഴുതിയതെന്നറിയാമോ? പാസ്. പാസ്. ബ്ലെസ്സിങ് പാസ്. ജീന പാസ്. ഇതെഴുതിയത് PJ ആന്റണി ബെഹ്റിൻ എന്ന് പറയുന്ന സഹോദരനാണ്. അദ്ദേഹം പല പാട്ടുകളും മൊഴിമാറ്റം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. സ്വതമേ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ പാട്ടാണ് ആ മനോഹരം യാഹിനിൻ്റെ ആലയം. പലപ്പോഴും പാശ്ചാത്യ ട്യൂണിൻ്റെ തലച്ചുവ അദ്ദേഹത്തിൻ്റെ പാട്ടുകളും പല മൊഴിമാറ്റമാണ് അദ്ദേഹം നടത്തി പാടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പാടിയ പാട്ടാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നൊരു പാട്ടാണ് ഹാ മനോഹരം യാഹിനിൻ്റെ ആലയം. ഞാൻ എവിടെ ദേവാലയത്തിൻ്റെ പണി ആരംഭിക്കുമ്പോഴും ഞങ്ങൾ പോയി പാടുന്ന പാട്ട് ഈ പാട്ടാണ്. ഏതാണ്ട് 120 കൊല്ലം പഴക്കമുള്ള അമേരിക്കയിൽ ഒരു ജീർണിച്ച കെട്ടിടം വാങ്ങിച്ചുകൊണ്ട് അവിടെ ദേവാലയം പണിയുവാനായിട്ട് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ എന്നും അവിടെ പോയിട്ട് അതിൻ്റെ ജീർണിച്ച ചുവരുകളിന്മേൽ തലകൾ മുട്ടിച്ചുകൊണ്ട് ഞങ്ങൾ പാടുന്ന പാട്ടായിരുന്നു ഹാ മനോഹരം യാഹിനിൻ്റെ ആലയം. അതോടൊപ്പം തന്നെ ആ പാട്ടുകൾ പാടിയാണ് ആ ദേവാലയം ഏറ്റവും മനോഹരമായ ദേവാലയം പൂർത്തീകരിച്ചു. ഞാൻ ഈ സ്ഥലം വാങ്ങുമ്പോൾ ഇതൊരു മൊട്ടക്കുന്നായിരുന്നു. ഞാനും എൻ്റെ സഹോദരങ്ങളും ഇവിടെ കടന്നു വന്നു. മുകളിലോട്ട് കയറുവാൻ യാതൊരു പാതയുമില്ല. കാരണം കുന്നിൻ പ്രദേശം വളരെ സ്റ്റീപ്പായിട്ടുള്ളതും കാട് കയറി കിടക്കുന്നതാണ്. വളരെ ബന്ധപ്പെട്ട് ഞങ്ങൾ വളഞ്ഞ് കയറി ഇതിൻ്റെ ഏറ്റവും ഇന്ന് യേശുക്രിസ്തു കൈയുയർത്തി സ്വർഗാരോഹണം ചെയ്യുന്ന ആ ഭാഗത്ത് ഞങ്ങൾ 10-60 വയസ്സുള്ള സഹോദരിമാർ വരെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തി. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ നടന്ന് വളരെ ദൂരത്ത് വളരെയധികം ബന്ധപ്പെട്ട് തെറ്റിയാൽ താഴെ വീഴും. താഴെ ഞങ്ങൾ ആ കുന്നിൻ്റെ മണ്ട കയറി ഇന്ന് യേശുക്രിസ്തു സ്വർഗാരോഹണത്തെ കൈയുയർത്തി നിൽക്കുന്ന അവിടെ നിന്ന് ഞങ്ങൾ ഈ പാട്ട് പാടി. മനോഹരം യാഹേ നിന്റെ ആലയം എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. പാടിക്കട്ടെ. മനോഹരം യാഹേ നിന്റെ ആലയം എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ ഉള്ളം നിറയും നീ ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ ഉള്ളം നിറയും നീ ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തൻ മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തൻ മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മീവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മീവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തൻ മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തൻ മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇത് പാടി. ഇവിടെ ദേവാലയം പണിയാൻ നേരം, മ്യൂസിയം ഉണ്ടാക്കാൻ നേരം, തീം പാർക്ക്, എപ്പോഴും അനേക ആവർത്തി ഞങ്ങൾ പാടി ആ മനോഹരം യാഹിനിൻ്റെ ആലയം. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ മനോഹാരിത മുഴുവൻ ദൈവം തന്നതാണ്. അത്രമാത്രം ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന പാട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എവിടെയെല്ലാം ദേവാലയം പണിയുന്നു അവിടെ ആദ്യമേ പാടുന്നതാണ് ആ മനോഹരം യാഹിനിൻ്റെ ആലയം. 5 ദേവാലയങ്ങൾ പണിതു, 5 പാടിയ പാട്ടിതാണ്. അവസാനമായി ഇവിടെയാണ് പാടിയത്.
നിങ്ങൾ കാണുന്നതെല്ലാം ദൈവം തന്ന മനോഹാരിതയാണ്. ഒരു മൊട്ടക്കുന്ന് കാട് പിടിച്ച് കിടക്കുന്നത്, ആ ഒരു സ്ഥാനത്ത് ഇന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ അതിമനോഹരമായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. റൈറ്റ്? ജീനയ്ക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള വികാരം? വൈ ഡിഡ് യു ബിക്കം ഇമോഷണൽ? എന്താണ്? ഒരു പ്രത്യേകമായ ചോദ്യമാണ്. ഇതിന് മാർക്കുമില്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. കാരണം ഒരു ഗാനം വൈകാരികമായി നമ്മളിലേക്ക് അലിഞ്ഞുചേരുമ്പോൾ ആണ് നമുക്ക് അതിലൂടെയുള്ള പ്രതിഫലനം ഉണ്ടാകുന്നത്. പ്രത്യേകമായ എന്തെങ്കിലും അനുഭവം അതിലൂടെ ഉണ്ടോ? അങ്ങനെ പാടിയപ്പോൾ ഇമോഷണൽ ആകാനുള്ള കാരണം അറിയാവുന്ന സോങ് ആയതുകൊണ്ടും പിന്നെ അതിൻ്റെ ലിറിക്സും ദൈവത്തിൻ്റെ അനുഭവം അത്രമാത്രം ആഴങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും ദാറ്റ്സ് വെരി ഗുഡ്. നമുക്കെല്ലാം അനുഭവമുണ്ട്. ബ്ലെസ്സിക്കും ഉണ്ട്, ജീനയ്ക്കും ഉണ്ട്, ഇല്ലേ? നമ്മളൊക്കെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പാടുന്നത്, ഒരു പാട്ടിന് വേണ്ടിയിട്ടല്ല. ഓൾ റൈറ്റ്, ഷാൽ വി ഗോ ഫോർ ദ സ്കോർ കാർഡ്? റൈറ്റ്, പ്ലീസ് കം. So the first prize goes to Blessy Sayana, 26.5 marks. Second prize goes to Gina, 22 marks. And the third prize goes to Tina Das, 9 marks. That brings us to the close of this episode. Will you please come and take your prizes? Please come. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ക്രൗൺ 2020. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റങ്ങളോളം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനാ ആശംസകൾ നേർന്നുകൊണ്ട് ജോഷോ കുസുമ, രത്ന, എൽസ ആൻഡ് ഹെൻറി, ദുബായ്. ബൈബിൾ ക്രൗൺ 2020. The Lina Risa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God.